കാത്തിരുന്നു കാത്തിരുന്നു പുഴ മെലിഞ്ഞു പുഴയാണോ മെലിഞ്ഞത് ഇനി കടലാണോ മെലിഞ്ഞത്? കടല് മെലിയാനായിട്ട് സാധ്യമില്ല, പുഴയായിരിക്കും. ആ ഞാൻ കാത്തിരുന്ന ആളൊന്നുമല്ല. ശിവാനി തെന്നല്ലേ, പതുക്ക നോക്കി, പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കി ഇങ്ങനെ. ഞാൻ പച്ചോളാം. അല്ല നോക്കി കമ്പ് ഒടിച്ചോണ്ട് വരട്ടെ. മിണ്ടാണ്ടിക്കോ. വാ അതെ ഞാൻ വരാം. എന്തിന് പിടിച്ചോണ്ട് പോയി പിടിച്ചൊരൊറ്റൊരെണ്ണം തരും ഞാൻ. മാറങ്ങോട്ട്. തെന്നി വീടിന് എന്റെ ഒപ്പം. അങ്ങോട്ട് പോവാ. ഇവിടെ ഇവിടെ മൊത്തം ചെടികളായിരുന്നു മുന്നേ. അപ്പൊ വെള്ളം കെട്ടിട്ടെ ചെളികളായി തന്നെ. അതുകൊണ്ടാണ് അതെ. എവിടെ പോയതാ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയത്. പോസ്റ്റ് ഓഫീസിലാ? ഇപ്പോഴും അങ്ങനെയൊക്കെ പോവാറുണ്ടോ? പിന്നെ പോസ്റ്റ് ഓഫീസ് എന്തില്ലേ, മാറ്റി വെച്ചാ? അയ്യോ, അല്ല ചെന്നൈയിൽ ഇനി എപ്പോഴാ പോണേ? എന്തിനാ? അല്ല എപ്പോഴാ പോണേ? എന്തിനെന്ന്? അല്ല എനിക്കും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എങ്ങോട്ട്? ചെന്നൈയിലോട്ട്. എന്തിന്? അതായത് ഈ മൊബൈൽ ഷോപ്പിന്റെ പാർട്സിനൊക്കെ ഭയങ്കര വില കുറവാണ്, നല്ല ലാഭത്തിനൊക്കെ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞു. അല്ല അതിന് നടന്ന് കോയമ്പത്തൂർ പോകുന്നതാ. അവിടെ കുറച്ചുകൂടെ കളക്ഷൻ ഉണ്ടാവും, അവിടെ പോയി നോക്കി. അല്ലല്ല എനിക്ക് കളക്ഷൻ വേണ്ട, ചെന്നൈയിലെ പാർട്സ് മതി. അതാകുമ്പം ശിവാനിയും കാണാലോ. അങ്ങോട്ടെങ്ങാനും വന്നു കഴിഞ്ഞാ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു. ഒത്തിരി ആഗ്രഹിക്കല്ലേ അങ്ങോട്ട്. ഞാൻ പോണു. ഇതെന്തിന് അത് കഴിഞ്ഞില്ലേ, താത്തിട്. ശരി. നമ്മളെ ഡ്രസ് ഒരേപോലെ, നീലയും ക്രീമും ആരോ പറഞ്ഞിടിപ്പിച്ച പോലെ അല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനും പറഞ്ഞില്ല. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയണത്. ഡ്രസ് തമ്മിൽ സെറ്റായി. ഇനി നമ്മൾ തമ്മിൽ എന്താണാവോ? കേട്ടോ വെറുതെ. ആന്റി ഞാൻ പോട്ടെന്റെ കാല് നിറ ചെളിയായി. ഇങ്ങത്താ, ഞാൻ കഴുകൊണ്ടുവരാം. കാല അല്ല ചെരുപ്പ് പറമായിട്ട് കഴുകൊണ്ടുവരാം. അയ്യോ സഹായിച്ചെങ്കിലും വേണ്ട, ഉപദ്രവിക്കല്ലേ എന്റെ പൊന്നു റോക്സേ. ഉപദ്രവമല്ലല്ലോ, അതൊരു സഹായമല്ലേ. വേണ്ട. ശരിയെങ്കിൽ ഞാൻ പോട്ടോ. പോലെ കുറച്ചേരം സംസാരിച്ചിട്ട് പോക്കൂടെ? കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. ആണോ? ശരി. കൂടെ വരണോ? വേണ്ട, അളിയനുണ്ട് വീട്ടിൽ, നല്ല ഇടി കിട്ടും. വേണമെങ്കിൽ വന്നോ. വേണ്ട. ഹാപ്പി. ശരി കേട്ടാ. ശരി, വിളിക്കാവേ. വേണമെന്നില്ല. അതെ, ഫോണൊക്കെ ഓക്കെ അല്ലേ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ ഒന്ന് ശരിയാക്കി തരാം. അതിന്റെ ആവശ്യമില്ല. ഇല്ല. താനും നന്നാക്കിയ ശേഷം ഫോൺ ഒന്ന് ഹാങ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അല്ല ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, റിഫ്രഷ് ചെയ്താൽ മാറും. ഓക്കെ, ബൈ ബൈ. ഓടെ മൈൻഡിലല്ല കൊച്ചിന്. ശരിയാവുമായിരിക്കും. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു തെണ്ടാൻ പോയി കാണുമായിരിക്കും. എന്താണ് ബാബു, ദേഷ്യത്തിലാണല്ലോ? അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തെന്നാണ് അമ്മൂമ്മ പറയുന്നത്? എന്ത് പറ്റി? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. വാട്ട്സ് ദി മാറ്റർ ഡാർലിംഗ്? അങ്ങോട്ട് മാറി നിൽക്കി. കൂടുതൽ സ്വാതന്ത്ര്യം തരുന്ന ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം എന്തോ വിഷയം? മോനെ, എന്റെ പൊന്നു മോനെങ്കിലും ഇതുങ്ങളെ ഒന്ന് ഉപദേശിച്ചൂടായോ? ഈ മുതുക്കനെ മുതുക്കിയ എന്റെ അമ്മമ്മ ഇവരൊക്കെ വലുതായി, ഇനി എന്തോന്ന് ഉപദേശിക്കാനാ? വലുതായതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. എന്താണ് പ്രശ്നം? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാ പറ്റൂലല്ലോ. വന്നപ്പോ തൊട്ട് കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുവാണ്. എനിക്ക് മനസ്സിലായില്ല എന്തോ കാര്യം. എന്തോ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എന്റെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ശരി.
മനസ്സിലായോ? ഇല്ല. നിനക്ക് മനസ്സിലായോ? ഒട്ടുമില്ല. അമ്മൂമ്മ നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ നിന്ന് എന്നിട്ട് നമുക്ക് മനസ്സിലായില്ല. ഇനി നമുക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് പറയൂ. കേട്ടോ, തർക്കുത്തരം പറയുന്ന കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ല. ഒന്നും ഇല്ലാഞ്ഞോണ്ടാണ് അമ്മൂമ്മ വഴക്കിടുന്നേ. എനിക്ക് പറയാനല്ലോ പറ്റൂ. അനുസരിക്കേണ്ടത് നിങ്ങളല്ലയോ? പാറു, ഇങ്ങ് വന്നേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങ് വാ. എന്തുവാ? ദേ, അമ്മൂമ്മ ഒരു കാര്യം പറയാം. അമ്മൂമ്മ പറയുന്നത് കേട്ട് ജീവിച്ച മക്കൾക്ക് നല്ലതായിട്ട് ജീവിക്കാം. അമ്മ, ശരിക്കും എന്താണ് പ്രശ്നം? നാട്ടുകാർ പറയുന്നത് നമുക്ക് കേൾക്കാനല്ലേ പറ്റൂ. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ പറ്റുമല്ലോ, തിരിച്ചു പറയണം. കൊച്ചുമക്കളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് വിഷമം വരുവാ. കൊച്ചുമക്കളെ പറ്റിയാണ്, മരുമക്കളെ പറ്റിയല്ല. അപ്പൊ നമ്മള് സേഫ് അല്ലേ? എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. കൊച്ചുമക്കളെ പറ്റി നാട്ടുകാർ പറയുന്ന കേൾക്കുമ്പോൾ വിഷമാവുന്നു. എനിക്ക് എന്തൊക്കെയൊക്കെയോ മനസ്സിലാവുണ്ടോ എന്നൊരു ഡൗട്ടില്ലതില്ല. ബാ, നീ വാടാ, ഇവിടെ കണ്ടേ? ഇങ്ങ് വാ ഇങ്ങോട്ട്. പാറൂസേ, എന്നതായിരിക്കും കാര്യം? നമ്മളെ കൊച്ചു കുട്ടികൾ അറിയേണ്ട കാര്യമായിരിക്കത്തില്ല. എങ്കിൽ പിന്നെ നമുക്ക് കളിച്ചാലോ? കഥാപ്രസംഗം കൊള്ളാമായിരുന്നു. പക്ഷെ ഇനി കഥാപ്രസംഗം നടത്തുമ്പോഴത്തേക്കും കഥ എന്താണെന്ന് നേരത്തെ പറഞ്ഞു തരണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവൂല. കേട്ടാ? മുമോ എന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോ ഉണ്ടെന്ന്. കാര്യം പറ അമ്മൂമ്മ, എന്തോന്ന്? മുമ്മ, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാകാം. പറ. എന്ത് പരിഹാരം കാണാനാ ഇനി? നാട്ടുകാരെല്ലാം ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കുക. എന്താണ് നാട്ടുകാർ പറയണത്? ഞാനിനി കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. പ്രശ്നം എന്തെന്ന് പറയാമ്മ? എല്ലാവർക്കും നിങ്ങളെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. നമ്മൾ ഇത്ര ഫേമസോടെ ചിലപ്പോ അയക്കാണ്. എന്നിട്ട് എന്തോന്ന് ഫേമസ്? അവര് പറയുന്നത് എന്തോന്നറിയാവോ? ആ പാറമടയിലെ ഭവാനിയുടെ ചെറുമോനില്ലയോ കേശു, അവനെ ഓരോ ദിവസം ഓരോ പെൺപിള്ളാരുടെ കൂടെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെയാ നാട്ടുകാർ പറയുന്നത്. ഓരോ ദിവസം ഓരോ പെൺപിള്ളേരുടെ കൂടെ? ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, കോഴിത്തര നിർത്ത് കേശുവേ, കോഴിത്തര നിർത്ത് കേശുവേ എന്ന്. ചുമ്മാ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കരുത് കേട്ടോ. നീ കൂടുതൽ വലിയ വർത്താനൊന്നും പറയല്ലേ. നിന്നെ ആ ഷിബുവിന്റെ കൂടെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെയാ അവരും പറയുന്നത്. കേള്. എന്റെ അമ്മൂമ്മ, ഇത് ചുമ്മാ അവര് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണതാണ്. ഇത് അങ്ങനെയൊന്നുമില്ല. എങ്ങനൊന്നുമില്ല, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാനായിട്ട്. മുമ്മ, അവര് ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിരിക്കും. അമ്മൂമ്മ എന്തിനാണ് അതൊക്കെ കേട്ട് വിടുമെന്ന് പറയണേ? അതെ, അതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവത്തില്ല. അമ്മൂമ്മ സത്യം പറ, ഇതിപ്പോ മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്കും അമ്മൂമ്മ കേട്ടതല്ലേ? ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടേ എനിക്ക് തന്നെ അങ്ങ് എന്തോ പോലെ തോന്നുമായിരുന്നു. അമ്മൂമ്മ അത് കേൾക്കാൻ പോണ എന്തിന്? പിന്നെ ഞാൻ കേൾക്കാൻ എന്തോ ചെയ്യണമായിരുന്നടാ? കേൾക്കണമായിരുന്നു. കേട്ടോ, നല്ല കാര്യം. ഇനി ഞാൻ മീറ്റിങ്ങിനും ഇല്ല, ഒരു കുന്തത്തിനുമില്ല. എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, നാട്ടുകാരൊക്കെ നമ്മളെ കുറിച്ച് പറയണം. ചിരിക്കണോ? ഇത് ചുമ്മാ എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞിട്ട് പോവന്താണ്. ഓരോന്നും പറഞ്ഞോളും ചുമ്മാ. അത് ഓരോ ദിവസം ഓരോ പെൺകുട്ടികളുടെ കൂടെ. അമ്മുമ്മ, ഞാനേ ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് വരാമേ. മോളെ, മോളിത് എവിടെ പോവാ? ഞാൻ പറഞ്ഞില്ലേ ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് വരാം. അതെന്താ ശ്രുതിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാല്? അത് തന്നെ. അതെന്താണ് ശ്രുതിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാല്? അല്ല, ഇതിപ്പോ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോയാ പോരെ. ഇന്നിപ്പോ ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ പോവണ്ടെന്നേ. പോവണ്ടെന്നാ? പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട.
അഥവാ നിർബന്ധമാണെങ്കിൽ ആ കൂട്ടുകാരിയോട് ഇങ്ങോട്ട് വരാൻ പറ. എന്ത് കഷ്ടമാണ് അമ്മൂമ്മ. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ അവളോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഉവ്വ, പോവാണെങ്കിൽ പൊക്കോ, പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. ആ, എന്താണ് അമ്മൂമ്മ ഇത്? ഒരെന്തോന്നും ഇല്ല. കേശുവേ, എന്നെ എന്തിനാ വിളിക്കണേ? എനിക്കൊന്നും പറഞ്ഞോ എന്റെ പൊന്നുമോളെ. അമ്മൂമ്മ ഒരു കാര്യം പറഞ്ഞാൽ നീ അതങ്ങ് കേക്കുക. വിട് പോട്ട്. അമ്മൂമ്മ ഞാൻ തണ്ടാ പറഞ്ഞു. എവിടെ പോന്നു? നമ്മുടെ ജോഷോടെ വീട് വരെ. നീ ഒരു ജോഷിയുടെ വീട്ടിലും പോകുന്നില്ല, ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. നീ ഇനി കോളേജിൽ പോകാനല്ലാതെ ഈ വീടിന്റെ പടി ഇറങ്ങരുത്. അമ്മൂമ്മ ഞാൻ പോയിട്ട്. ചെന്നൈ പോകാനല്ലാതെ ഇവിടുന്ന് നീ എങ്ങോട്ടും പോകുന്നില്ല. എന്തോന്നടേ അളിയാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നാട്ടുകാരോട് പോകാൻ പറയുന്നേ അവർ ഈ പറയുന്നതൊക്കെ കേട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂ? അതും ഇന്നത്തെ കാലത്ത്. ഇത് നമ്മളോടല്ല, പോയിട്ട് അമ്മൂമ്മ എടുത്ത് പറ. അമ്മമ്മയുടെ അടുത്തേ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മ കേൾക്കില്ല. ഇപ്പൊ എന്തോന്ന് ചെയ്യാൻ? ചുരുക്കം പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഈ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, അമ്മമ്മയല്ലേ പറയണേ. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്തുവാ നമ്മൾ എങ്ങോട്ട് പോകുന്നു നോക്കിയിരിക്കുവാണ് ഇവിടെ. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ എന്റെ അപ്പുറത്തൂടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് പോയി. നാട്ടുകാരിൽ ഒരുത്തൻ പറഞ്ഞുണ്ടാക്കി എന്താണെന്നറിയാവോ? ഞാൻ സിഗരറ്റ് വലിച്ചെന്ന്. അതിന്റെ പേര് പറഞ്ഞ എന്റെ അച്ഛൻ എന്നെ കുറെ അടിച്ചു. എന്നിട്ട് അളിയൻ ആ പറഞ്ഞു വരുത്തിയവനെ ഒന്നും ചെയ്തില്ലേ? ഞാൻ നേരിട്ടൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഒളിച്ചിരുന്നിട്ടെ ഒരു കല്ലെടുത്ത് ഇട തലമണ്ടക്കിട്ട് എറിഞ്ഞു 2 സ്റ്റിച്ച്. നോ വയലൻസ്. കേശേ, ഈ പറഞ്ഞു പരത്തുന്ന കാലം എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ. കല്ലെടുക്കട്ടോ? പിന്നെന്ത് ചെയ്യേ? ഇപ്പൊ ഞാൻ എന്തിനാണോ അളിയാ? എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. നടക്കുവോ? എടാ, ലച്ചു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ലച്ചു ചേച്ചി വഴി എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. ഇതിപ്പോ അവളിവിടെ ഇല്ലല്ലോ. സോ ഐ ആം ഹെൽപ്ലെസ്. ഡാ സോറി. എൻജോയ്. നീ എന്തിനു ചിരിക്കണം? മനുഷ്യരുടെ പെട്ടി കിടക്കുന്നു. ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ അറിയാറ്റേ. ഹലോ ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് പാറു. നമുക്ക് കളിച്ചാലോ? കളിക്കാം. പിടിച്ചേ. அம்மா அம்மா എന്താ? கடுகு பாத்தீங்களா? എന്തോന്ന്? கடுகு பாத்தீங்களா? എന്റെ തലയിലിരിക്കുന്നു. നീയല്ലേ 4ക്ക് 40 തൊട്ട് അടുക്കള കിടന്ന് പറയുന്നത്? വേറെ ആരും ഇങ്ങോട്ട് കയറാനും സമ്മതിക്കത്തില്ല. എന്നിട്ട് കടുക് എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എന്തിനാ? கடுகு வேண்டாம், கடுகு இல்லாம நல்லா சமைக்கலாம். கடுகே வேண்டாம் தாயே. നമ്മുടെ അമ്മൂമ്മ നോക്കി, ഏതൊരു പാവാ നമ്മുടെ അമ്മൂമ്മ, തങ്കപ്പെട്ട അമ്മൂമ്മ. അയ്യോ, പിന്നെ നമ്മുടെ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്നേഹമല്ലേ? അമ്മൂമ്മയ്ക്ക് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമല്ലേ? ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മൂമ്മ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെക്കാളും സ്നേഹം കൂടുതൽ എന്റെ അടുത്ത് അമ്മൂമ്മയ്ക്ക്. പാറു, ഇവിടെ ചിലരൊന്നും പറയുന്നത് കണ്ടും കേട്ടും പഠിക്കരുത്. അമ്മൂമ്മ പറയുന്ന പോലെ ഞാൻ കേൾക്കും. അങ്ങനെ കേട്ട മോളെ നാട്ടുകാരൊന്നും പറയത്തില്ല. നേരേടി അങ്ങോട്ട്. അമ്മൂമ്മ, ഞങ്ങൾക്കറിയാ, കേക്ക് ഞങ്ങൾക്കറിയാലോ. ഞങ്ങളുടെ അമ്മൂമ്മ അങ്ങനെ നാട്ടുകാരൊന്നും പറയണത് കേട്ടോണ്ട് ഇവിടെ വന്നോണ്ട് നമ്മുടെ അടുത്ത് ഒച്ചപ്പാടും ബഹളവും വെക്കൂല. നമ്മുടെ അമ്മൂമ്മയ്ക്ക് നല്ല ബോധവും ഇവരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാലോ. അതെ 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 അതെ. ഇപ്പൊ അമ്മൂമ്മ എടുത്ത് ആരെങ്കിലും നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ തിരിച്ചു പറയും അല്ലേ? അമ്മൂമ്മ പോയി പണിയാക്കാൻ പറയാം അല്ലേ അമ്മൂമ്മ? അല്ലേ? ഇതെപ്പ മാറങ്ങോട്ട്. കനകാന്റി, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം, ശ്രുതിയുടെ വീട്ടിൽ. ഓക്കെ ഓക്കെ? കനകം, എന്റെ വാക്ക് കേൾക്കാതെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആ വഴിക്കേ അങ്ങ് പൊക്കോണം. പിന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറ. அம்மா പറ കനകം. அந்த வழியே அப்படியே போக சொன்னாங்க. കനാൻഡി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുപോയി ആരെയും കാണാൻ പറ്റൂലേ എന്ന് ചോദിച്ചു. ചോദിരാന്റി അങ്ങോട്ട്. அம்மா யாரையும் பார்க்க முடியாதான்னு கேக்குறாங்கம்மா. ആ, ഒരുപാട് പോയി കണ്ടന്റെയാ ഞാനിപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്നത്. നാട്ടുകാര് പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കാൻ ആന്റി അങ്ങോട്ട്. ചോദിക്കാന്റി അങ്ങോട്ട്. அம்மா கேக்குறாங்கம்மா. നാളെ ഒരു ജീവിതം വേണമെങ്കിലേ നാട്ടുകാർ പറയുന്നതും കൂടെ കുറച്ചൊക്കെ കേട്ടെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ നാട്ടുകാർ പറയണ കേട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറ കനകേച്ചി.
നിങ്ങൾ എന്തിനാ കരയേന്റെ അടുത്ത് ചോദിക്കാൻ പറയുന്നേ? നിങ്ങക്ക് സ്വയം അങ്ങ് ചോദിച്ചൂടെ? അങ്ങനെ ചോദിക്കാനേ വേണ്ടി. നാട്ടുകാർ പറയുന്ന കേട്ടിട്ടേ എന്റെ തൊലി ഉരിഞ്ഞു പോവുക. അമ്മ എന്തിനു നാട്ടുകാർ പറയണ കേക്കാൻ പോണു? അങ്ങനെ ചോരമായി അങ്ങോട്ട് അറിയോട്. അല്ലെങ്കിൽ തന്നെ സത്യത്തിൽ എന്താണ് കാര്യം ഒന്ന് തെളിച്ച് പറ, മനസ്സിലാവാൻ വേണ്ടിട്ടാ. അമ്മൂമ്മ ചുമ്മാ ഇങ്ങനെ അവിടെ നിന്ന് ഇടുന്നത് കേട്ടിട്ട് വന്നിട്ട് നമ്മുടെ അഞ്ചത്ത് കയറിട്ട് എന്തിനാണ് കാര്യമേ? നിങ്ങൾക്ക് അമ്മൂമ്മ പറയുന്നല്ലേ കേട്ടൂടെ? അടുത്തവള് കുറച്ചു നാൾ കഴിയുമ്പോഴേ നിനക്കും കാര്യമൊക്കെ മനസ്സിലാവും. അപ്പൊ നീ പറഞ്ഞു മാറ്റി പറയും. കുറച്ചു കാലം കഴിയുമ്പോഴേ ഞാൻ പറഞ്ഞ എന്താന്ന് നിനക്കും മനസ്സിലാവും. പറഞ്ഞു ജയിക്കാൻ പറ്റൂല, അങ്ങനൊരു ഗുണമുണ്ട്. അമ്മായി ഇതെന്തോന്ന് ചെയ്യാനമ്മായി? പിന്നെ വീടിന് പുറത്തിറങ്ങണ്ടേ? എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശിവോ, ചെയ്യാനാണെങ്കി ഒന്നുണ്ട്. എന്തായി? വിളിച്ചോ? വിളിച്ച് എത്തുവോ? വിളിച്ചില്ലെങ്കിലേ വരും, വിളിച്ചാ പിന്നെ വരാതിരിക്കൂ? ഉറപ്പായിട്ടും വരും. ഒന്നല്ല, വൗ ബ്യൂട്ടിഫുൾ. നടന്നു വരുന്നൊക്കെ ഷോ. അയ്യോ ഇതാരൊക്കെ വന്നിരിക്കുന്നേ? അനിതേച്ചി, സുനിതേച്ചി, വിമലേച്ചിയോ? നമസ്കാരം. മക്കളെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കല്ലേ? പിന്നെ എല്ലാവർക്കും സുഖാണ്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയോ? അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരാനുള്ള ദൂരല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങൂന്ന് ഇങ്ങ് വരെ വർത്താനൊക്കെ പറഞ്ഞ് വരണമല്ലോ. പിന്നെ എത്ര പേരുടെ കാര്യം പറയാനുണ്ട് അല്ലേ കേശു? അയ്യോ, വന്ന കാര്യം മറന്നുപോയി മോളെ. ഹാപ്പി ബർത്ത്ഡേ ശിവാനി മോളെ. നന്ദി ആന്റി, നന്ദി. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോണ്ടേ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി, നമുക്കറിയാലോ. അത് മാത്രല്ല, ഈ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നവര് ചുമ്മാതാ ഷോയാ. നമ്മളടുത്ത് സ്നേഹം ഒന്നും കാണൂല. അയ്യോ, അത് ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു. എനിക്കറിയാം ആന്റി എങ്ങനെയെന്ന് എനിക്കറിയാം. ആരൊക്കെ വന്നേക്കണേ നോക്ക്. എത്തി നോക്കണ്ട, എത്തിങ്ങ് വരും. അമ്മമ്മ ഇതെന്താ എല്ലാരും കൂടെ പെട്ടെന്ന് ഈ വഴിക്ക്? ഷോ, ഇത് എന്താ ചോദ്യാ? എന്താ ഈ വഴിക്കുന്നോ? ഇന്ന് ശിവാനിയുടെ പിറന്നാളല്ലേ? ദേ കേശു വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത് അല്ലേടി? ഇന്ന് ശിവാനിയുടെ പിറന്നാളോ? പിന്നെ ശിവയുടെ പിറന്നാൾ ഇന്ന് തന്നെയല്ലേ? അമ്മൂമ്മയ്ക്ക് പ്രായതിനു ശേഷം ഒരു ഓർമ്മയില്ല. ആന്റിമാരെന്തിങ്ങനെ നിക്കണ വന്ന കാലില് അത്തോട്ട് കയറി. അനുതാന്റി, സുനിതാന്റി, വിമലാന്റി എല്ലാവരും വരും. അയ്യോ அம்மா வேற ஏதாவது ஆயிருக்குமா? போய் பார்க்கலாமா? അമ്മൂമ്മ, അമ്മാ. അപ്പോഴേ ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറി ഒന്നും ഇല്ലേ? കേക്ക് മുറി നമ്മളങ്ങ് കട്ട് ചെയ്ത്, കാരണം ശിവയ്ക്ക് ഇഷ്ടമല്ല. അത് മാത്രമല്ല, കേക്കൊക്കെ മുറിക്കുന്ന പഴഞ്ചനല്ലേ, ഓൾഡ് ഫാഷൻ. നമ്മളൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ? അത് ഞാൻ ഇവളോട് പറഞ്ഞതാ മോളെ. ആന്റിയുടെ ഒരു കാര്യമേ, എന്തൊരു ബുദ്ധിയാ. ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ നേരത്തെ ആന്റി അപ്പുറത്ത് ആന്റിയോട് പറഞ്ഞോളൂല്ലേ. അല്ല, സിദ്ധു എന്നാ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നേ? ഇപ്പൊ പോയി കഴിഞ്ഞാലേ യുദ്ധം ചെയ്യേണ്ടി വരും. നമ്മള് യുദ്ധം ചെയ്യണോ? പിന്നെ ഒരു കൈ നോക്കുന്ന. അയ്യോ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്ന് അറിയത്തില്ലേ? ഓ, യുദ്ധം ഉണ്ടാക്കാനല്ലേ അറിയത്തുള്ളൂ. എങ്ങനുണ്ട്? ചായക്ക് മധുരവും മുറുക്കിന് ഉപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇവരെ മുഖം കണ്ട അറിയത്തില്ലേ ചായക്ക് നല്ല മധുരം ഉണ്ടെന്ന്? പാറു, അപ്പൊ എങ്ങനാ തുടങ്ങാ?
എന്താടാ? ഏയ് ചെറിയൊരു ഉത്സവം ശിവ. ആന്റിമാര് എന്നെയും കേശുവിനെ പറ്റിയും പറഞ്ഞുണ്ടാക്കിയ മഹത്തായ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ അറിഞ്ഞു. എന്ത് കാര്യ മോളെ? ഉയ്യോ, ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളി. ആന്റി ചിരിച്ചോണ്ടിരിക്കുന്ന ആന്റി അല്ലയോ പറഞ്ഞേ ഞാൻ ചെന്നൈ പോയിട്ട് അടിച്ചു പൊളിച്ച് അർമാദിക്കുവാന്ന് അല്ലേ ആന്റി? അത് മാത്രല്ലല്ലോ ഒന്ന് മരടകര ആന്റി. എന്തോ ഈ ആന്റിമാരെ കണ്ടുപിടിക്കാൻ ഭയങ്കര മിടിക്കുമായിരുന്നൊക്കെ നമുക്കറിയാം. പിന്നെ എനിക്കെന്തോ 10-11,000 കാമുകിമാരുണ്ടെന്ന് ആരാ പറഞ്ഞേ? കേശു, ഓ ജിലേബി കൊടുക്കട്ടെ അമ്മൂമ്മ, ജിലേബി കഴിക്ക്. അല്ല മുമ്മ, എന്തായാലും അവർക്ക് കാര്യം മുഴുവൻ അറിയാം. നീ പറയത്തില്ലെങ്കിൽ അവർ തപ്പി കണ്ടുപിടിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നേ? നമുക്ക് തന്നെ എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കാം അല്ലേ? പറഞ്ഞു തരട്ടെ ഞങ്ങള്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ. ജിലേബി കഴിച്ചിട്ടില്ല. എന്ത് ധൃതി ആന്റി, എന്തെത്ര ധൃതി? ഇരി കഴിച്ചിട്ട് പയ്യെ പോവാം നമുക്ക്. ഞങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ട് വീട്ടിൽ, അതുകൊണ്ടാ. എന്താന്ന് ആന്റി, ഇനി വേറെ ആരുടെങ്കിലും കാര്യം പോയി തപ്പി കണ്ടുപിടിച്ച് അന്വേഷിച്ചോണ്ട് വരണോ? അതാണോ കാര്യം? അതാണോ പണി? അയ്യോ ഞങ്ങൾക്ക് ഒറ്റം വരെ പോകാനുണ്ട് മോളെ. എന്ത് വർത്താൻ ശിവ നീ പറയണേ? ആ പിടിച്ച ആന്റിമാരും അല്ലെങ്കിൽ തന്നെ നമുക്ക് അവരുടെ അടുത്ത് ബഹുമാനം ഇല്ലെന്നാണ് അവര് പറയണത് അല്ലേ? 3 ആന്റിമാരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുക നല്ല ബഹുമാനത്തോടു കൂടെ. ഇനി മേല എന്നെ പറ്റിയോ കേശുവിനെ പറ്റിയോ ഈ കുടുംബത്തിലെ ആരെങ്കിലും പറ്റിയും നിങ്ങൾ എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കി എന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞ ഞങ്ങൾ ആ പറഞ്ഞുണ്ടാക്കുന്നവരെ നിയമപരമായും കായികപരമായും നേരിടാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിപ്പം കള്ളിശാപ്പി ഇരുന്ന് കുശുകുശുക്കണവരാണെങ്കിലും ശരി തന്നെ, മേടയിലിരുന്ന് താളത്തിൽ പറയണവരാണെങ്കിലും ശരി തന്നെ. കേശു, ഓ ഡിലിയ എൻ്റെ പൊന്നു ചേച്ചിമാരെ, കുറെ കൊല്ലമായിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമല്ലേ? നിങ്ങളെല്ലാവരും സത്യം പറയാൻ നമുക്ക് നമ്മുടെ അമ്മമാരെ പോലെയാണ്. എന്നിട്ടാ നിങ്ങള് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണത്? മോശമല്ലേ അത്? എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആന്റിമാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിലേ ആ സന്തോഷത്തിൽ നമുക്കൊരു ലഡ്ഡു കഴിച്ചു പിരിഞ്ഞാലോ? വേണ്ട മോളെ, ഷുഗറാ. 3 പേർക്കും?